ഹായ് ഹലോ വെൽക്കം ഓൾ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു ഡോട്ടഡ് ബുക്സിൻ്റെ കാര്യം. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ള ഒരു DIY ഡോട്ടഡ് ജേർണൽ ബുക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. വേറെ ഒന്നുമല്ല, പൊതുവെ എല്ലാ ക്രാഫ്റ്റേഴ്സിനും അതേപോലെ ജേർണലിങ് ചെയ്യുന്നവർക്കും ഇഷ്ടമുള്ളൊരു ബുക്കാണ് എന്ത് പറയുന്നത്, ഡോട്ടഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതെങ്ങനെ അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ഞാൻ പറയും അല്ല. ചാർട്ട് പേപ്പറിന് ഇങ്ങനെ ചുരുട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർട്ട് പേപ്പറിലെയും ബ്രൗൺ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എൻ്റെ അടുത്ത് അതിപ്പോൾ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ചാർട്ടിലേക്ക് ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഡോട്ടഡ് ബുക്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡോട്ടഡ് ആയിട്ടുള്ള പേജ് വേണമല്ലോ. നിങ്ങളുടെ അടുത്തുള്ള പ്രിൻറ്റിംഗ് ഷോപ്പിലോ മറ്റോ പോയിട്ട് 20 പേജ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 40 പേജ് ബുക്കിന് നമുക്ക് 40 പേജ് ഉണ്ടാവും. 20 പേജ് A4 ഷീറ്റിൻ്റെ അളവിലാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള പ്രിൻ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് പേജിലേക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്പൈറൽ നോട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഫ്രണ്ട് പേജ് ചെയ്തേക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട, അതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഡോട്ടഡ് പേജ് ലൈൻസ് ഉണ്ടാക്കാം. മൈക്രോസോഫ്റ്റിൽ പോയിട്ട് ഇൻസേർട്ട് എടുക്കുമ്പോൾ പേജും മാർജിനൊക്കെ ഉണ്ടാവും. അതിൽ രണ്ടായിട്ട് പേജിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഡോട്ടഡ് ഇട്ടതിന് ശേഷം മാർജിൻ കുറച്ചും കൂടെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് ഏകദേശം സെറ്റായിട്ടുള്ളൊരു ഡോട്ടഡ് പേജ് ലൈൻ വരും. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ടഡ് ബുക്സിൻ്റെ പേജ് റെഡിയാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് മൈക്രോസോഫ്റ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പേജ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്പൈറൽ നോട്ട് ഓർ ഏതെങ്കിലും ഒരു ജേർണൽ ബുക്ക് ഉണ്ടെങ്കിൽ അതിന് ഇൻസ്പയർ ആയിട്ടടക്കം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഏതെങ്കിലും ഒരു പേജ് ഉണ്ടെങ്കിൽ അതിനടക്കം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് പ്രിൻ്റ് എടുക്കാനാണ് കുറച്ചധികം സമയം വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ നോക്കി നോക്കി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. പിന്നെ ഒന്നുമില്ല, നമ്മൾ A4 ഷീറ്റിൻ്റെ സൈസിലാണ് ഇത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ പൊസിഷനിൽ കുറച്ച് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേജായിട്ട്, അതായത് ഒരു ഷീറ്റിന് നമുക്ക് 2 പേജായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനായിരിക്കും കിട്ടുക. അങ്ങനെ എല്ലാം മടക്കിയ ശേഷം അതിനൊക്കെ കറക്റ്റ് അളവാക്കിയിട്ട്, അതായത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലിനി പ്രത്യേകിച്ച് നമുക്ക് മുറിച്ച് കളയാനൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട് പേജിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്ന പേജ് ഒരിക്കലും ഒരു പേജിൽ തന്നെ ആവരുത്. പകരം 2 ഷീറ്റിലായിട്ട് വേണം ആ പറയുന്ന പ്രിൻ്റഡ്, അതായത് ഡോട്ടഡ് ലൈൻസ് ഉള്ളതും അതേപോലെ തന്നെ ആ പറയുന്ന ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് 2 ഷീറ്റിലായിട്ട് വേണം എടുക്കാൻ. പക്ഷെ ഞാൻ ഒറ്റ ഷീറ്റിലേക്ക് എടുത്തപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടത്തരാണെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ ഈ ഒട്ടിക്കുന്ന സമയത്ത് അത് കുറച്ചധികം പണി വരും. ആൻഡ് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൽ നന്നായിട്ട് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. പശ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പശ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക, അതല്ല ഫെവിക്കോൾ യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങാണ്ട് നിങ്ങളത് കൊണ്ട് വെക്കരുത്. കാരണം ഉണങ്ങാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പണിയായിപ്പോവും, ഉള്ളിലൊക്കെ ഒട്ടിപ്പിടിക്കും ചാൻസ് ഉണ്ട്. എന്നെ അങ്ങനെ ചെറുതായിട്ടൊരു പണിയും കൂടെ പറ്റിയായിരുന്നു. ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് അപ്പോൾ വരുന്ന ഐഡിയ വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇതും ചെയ്തത്. അല്ലാണ്ട് ഇന്നൊരു കാർഡ്ബോർഡ് എടുക്കാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ഓൾറെഡി ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് എൻ്റെ കയ്യിലേക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന റൈറ്റിംഗ് പാഡിൻ്റെ അതിൻ്റെ ഒപ്പം കിട്ടിയൊരു കവറാണ്. ആ കവർ വെച്ചിട്ട് എനിക്ക് തോന്നി ഇത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നി. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചെയ്തൊരു പൊട്ടത്തരാണ്. ഭയങ്കര വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചത്. പക്ഷെ അത് അടപടലം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തെ ഏതെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അത് വേണം പറയാൻ. അത്രയ്ക്ക് ഞാനത് പണി പൊളിപ്പോയി. പിന്നെ അതെല്ലാം ഞാൻ പറിച്ചളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തീരുമാനിച്ചത്, ഓക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ക്ലോത്ത് പീസ് ഉണ്ട്, അത് നല്ല രസമാണ്, ഈ ഒരു കളറിൻ്റെ ഒപ്പം വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ വന്നു. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കറക്റ്റ് സൈസ് എടുത്തു. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പെർഫെക്ഷനായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ തന്നെ. ഇത് ഒട്ടിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല പണിയായിരുന്നു. കാരണം നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഞാനൊരു ഇൻസുലേഷൻ ടാപ്പും കൂടെ ഒട്ടിച്ചപ്പോഴാണ് അത് കറക്റ്റായിട്ട് നിന്നത്. ഇല്ലെങ്കിൽ അത് നിൽക്കത്തില്ല. കാരണം ഇത് 2 ദിവസമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ 3 ദിവസം എടുത്തു. ഈ വോയിസ് ഓവർ കഴിയുന്ന 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു 5-6 ദിവസത്തെ കഷ്ടപ്പാടാണ് ഇത്. ഇവിടെയാണ് ഈ ഒരു അബദ്ധം പറ്റിയേക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പേജും കൂടെ അവസാനം ഞാൻ വെച്ച് കൊടുക്കുക ചെയ്തത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒട്ടിക്കുന്ന സമയത്ത് ആ കാർഡ്ബോർഡ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പേജ് നമുക്ക് വേണം. പക്ഷെ അതേ സമയം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈറ്റിലൊക്കെ കൊടുത്ത സാധനം അടപടലം പോവും. അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് ഇതുള്ളതുകൊണ്ട് ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. നിങ്ങളുടെ അടുത്ത് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. കാരണം രണ്ടെണ്ണം കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ റെഡിയാവും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു
ആ ഒരു ഇത് കിട്ടണ്ടേ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നല്ലോണം ഒരു വെയിൽ വന്നു. എത്ര ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് ഞാനൊരു വെയിൽ തന്നെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഷാഡോയും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വീഡിയോ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഡോട്ടഡ് ജേർണൽ ബുക്ക് എന്ന് പറയുന്ന സാധനം ഇത് ഇവിടെ കഴിഞ്ഞേക്കുവാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള ഇനി ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഇനി എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ എന്തെങ്കിലും അതേപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ജേർണലിംഗ് ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നു. എൻ്റെ തല ഫുള്ള് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുക. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി ഓർമ്മ. കാരണം അത്രയും ഭംഗിയായിട്ടല്ലേ ഞാൻ ചെയ്തത്. Do you love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets.